നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ നമ്മുടെ ഇ.പി. ജയരാജന്റെ കഴുത്തിലെ ആ വെടിയുണ്ടയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. തോക്കും വെടിയുണ്ടയുമൊക്കെ കൊലയാളികളുടെ കയ്യിൽ കൊടുത്തുവിട്ടത് കെ സുധാകരനാണ് എന്ന ആരോപണമായിരുന്നു ഇതുവരെ CPM ഉയർത്തിയിരുന്നത്. എന്നാൽ കോടതി പറയുന്നു ഇതിൽ കെ സുധാകരൻ നിരപരാധിയാണ്. അപ്പോൾ പിന്നെ ആരാണ് ആ വെടിയുണ്ട കൊടുത്തുവിട്ടത്? തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് ആന്ധ്രയിലെ ഓണല്ലൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ടതേയുള്ളൂ. ട്രെയിനിലെ AC കോച്ചിൽ വാഷ് ബേസിന് മുന്നിൽ മുഖം കഴുകി നിൽക്കുകയായിരുന്നു ഇ.പി. ജയരാജൻ. ഒന്ന് കുനിഞ്ഞു നിവർന്നപ്പോഴേക്കും കഴുത്തിനു പിന്നിൽ ഒരു വെടിയുണ്ട പാഞ്ഞു കയറി. ജലന്ധർ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞുള്ള മടക്കയാത്രയിലായിരുന്നു ഇ.പി. ജയരാജൻ. ആ വെടിയുണ്ട ഇ.പി. ജയരാജന്റെ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചു. തലനാരിഴയ്ക്കാണ് ഇ.പി. ജയരാജൻ രക്ഷപ്പെട്ടതെന്ന് അദ്ദേഹവും പാർട്ടിയുമൊക്കെ പലവട്ടം പിന്നീട് കേരളത്തോട് പറഞ്ഞു. ആ വെടിയുണ്ടയുടെ ചീള് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിരിപ്പുണ്ട് എന്ന് പാർട്ടി ആണയിട്ട് പറഞ്ഞു. അത്തരമൊരു വെടിയുണ്ട കഴുത്തിലിരിപ്പുണ്ട് എങ്കിൽ മെഡിക്കൽ പരിശോധനയിലൂടെ തെളിയിക്കാൻ കെ സുധാകരൻ വെല്ലുവിളിച്ചു. ഇ.പി. ജയരാജനെ വധിക്കാനായി കെ സുധാകരനും MP രാഘവനും ചേർന്ന് ചില കൊലയാളികളെ ഈ ട്രെയിനിനുള്ളിലേക്ക് അയക്കുകയായിരുന്നുവെന്നാണ് അന്ന് പാർട്ടി പറഞ്ഞത്. ഒന്നാം പ്രതി വിക്രം ചാലിൽ ശശി, രണ്ടാം പ്രതി പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നു. വിക്രം ചാലിൽ ശശി പിന്നീട് കൊല്ലപ്പെട്ടു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇ.പി. ജയരാജനെ എന്തിനാണ് വധിക്കാൻ ശ്രമിച്ചത്? കോൺഗ്രസാണ് തങ്ങളുടെ മുഖ്യശത്രുവെന്നും മുസ്ലിം ലീഗുമായി ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമാകാമെന്നും ബദൽ രേഖയൊരുക്കി പാർട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച MP രാഘവൻ. പാർട്ടി ഉൾപ്പോരുകളുടെ പേരിൽ പിന്നീട് MBRനെ CPM പുറത്താക്കി. 1985 കൊൽക്കത്തയിൽ നടന്ന 12ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു പാർട്ടി പിടിച്ചെടുക്കാനുള്ള MP രാഘവന്റെ നീക്കം. എന്നാൽ ഇതേ തുടർന്ന് MP രാഘവൻ പുറത്താക്കപ്പെട്ടു. ബദൽ രേഖയൊരുക്കാൻ അന്ന് MP രാഘവനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച EK നയനാർ പക്ഷേ കൗശലക്കാരനായിരുന്നു. ബദൽ രേഖയിൽ തന്റെ ഒപ്പുവെച്ചിരുന്നില്ല EK നയനാർ. 1986 MBRനെ അങ്ങനെ CPM പാർട്ടിയിൽ നിന്ന് ഇറക്കിവിട്ടു. പാർട്ടിയിൽ നിന്നിറങ്ങിപ്പോന്ന MP രാഘവൻ പക്ഷേ വെറുതെ ഇരുന്നില്ല. CMB എന്ന രാഷ്ട്രീയ കക്ഷിക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. 1986 ജൂലൈ 27 CMP രൂപീകരിക്കപ്പെട്ടത്. പിന്നീട് കണ്ണൂർ ഏറെ കലുഷിതമായി. MP രാഘവനെ ഏതുവിധേനയും തളർത്തുകയായിരുന്നു CPMന്റെ ലക്ഷ്യം. പിന്നീട് നമ്മൾ കേട്ടത് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. പുഷ്പൻ രക്തസാക്ഷിയായി മാറിയതും CPM MP രാഘവനെതിരെ വാളെടുത്തതുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്തിനേറെ, പറശ്ശിനിക്കടവിലെ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് പോലും അന്ന് പാർട്ടി തീയിട്ടു. അതും MP രാഘവനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ. MBRനെ എവിടെ കണ്ടാലും തല്ലാൻ പ്രത്യേക സ്ക്വാഡുകളുണ്ടാക്കി CPM പാർട്ടി. അന്ന് കണ്ണൂർ അടക്കി ഭരിച്ചിരുന്നത് CPM പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇ.പി. ജയരാജൻ. MP രാഘവന്റെ എല്ലാ നീക്കങ്ങളും പണത്തറിയുന്ന ഇ.പി. ജയരാജനെ സംബന്ധിച്ച് രാഘവനെ തളർത്താനുള്ള തന്ത്രങ്ങൾ ഏറെയായിരുന്നു. കെ സുധാകരൻ അന്ന് നേർക്കുനേർ വെല്ലുവിളിച്ച് ഇ.പി. ജയരാജനെതിരെ തിരിഞ്ഞ സമയം. അതുവരെ അനേകം പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരായിരുന്നു പരസ്പരം വെട്ടിയും കുത്തിയുമൊക്കെ കൊല്ലപ്പെട്ടത്. ബോംബ് സംസ്കാരം കണ്ണൂരിൽ ഏറ്റവും ശക്തമായ കാലഘട്ടം. MP രാഘവൻ പുറത്തിറങ്ങി വെല്ലുവിളിച്ചതോടെ CPM പാർട്ടി ആടിയുലഞ്ഞു. ഇ.പി. ജയരാജന് നിൽക്കക്കള്ളിയില്ലാതായി. ഏതുവിധേനയും MP രാഘവനെ ഒതുക്കുക തന്നെയായി പിന്നീട് പാർട്ടിയുടെ ലക്ഷ്യം. ആ കാലഘട്ടത്തിലാണ് ഇ.പി. ജയരാജന് നേർക്ക് വെടിയുതിർക്കപ്പെട്ടത്. അതിനു പിന്നിൽ കെ സുധാകരനും MP രാഘവനുമാണ് എന്ന് പാർട്ടി ഉറപ്പിച്ചു പറഞ്ഞു. ജയരാജനെ തീവണ്ടിയിൽ വെടിവെച്ച് വീഴ്ത്തി തള്ളിയിട്ട ശേഷം രക്ഷപ്പെടുക എന്നതായിരുന്നു കൊലയാളികളുടെ പദ്ധതി. പക്ഷേ അത് പാളി. തലനാരിഴയ്ക്ക് ജയരാജൻ രക്ഷപ്പെട്ടു. കൃത്യം നടത്തി അധികം വൈകാതെ തന്നെ പ്രതികൾ പോലീസ് പിടിയിലുമായി. MP രാഘവനും കെ സുധാകരനും ചേർന്ന് 10,000 രൂപ തനിക്ക് നൽകിയെന്നും പാർട്ടി സമ്മേളനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ജയരാജനെ കൊല്ലാൻ അവർ നിർദ്ദേശം വച്ചുവെന്നും വിക്രം ചാലിൽ ശശിയുടെ മൊഴി. റിവോൾവറും തിരകളുമൊക്കെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് കെ സുധാകരനാണ് എന്നും വിക്രം ചാലിൽ ശശി മൊഴി നൽകി. RSS വിട്ട് ശിവസേനയിൽ ചേക്കേറിയ വിക്രം ചാലിൽ ശശി പിന്നീട് കൊല്ലപ്പെട്ടു. അതിനു പിന്നിൽ പാർട്ടിയാണ് എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറഞ്ഞു. കേസിലെ 1-2 പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചുവെങ്കിലും മേൽക്കോടതി അവരെ കുറ്റവിമുക്തരാക്കി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു കെ സുധാകരൻ. കഴുത്തിലിരിക്കുന്ന വെടിയുണ്ടയുടെ പേരിലാണ് എക്കാലത്തും ഇ.പി. ജയരാജൻ ഏറെ പ്രശസ്തനായത്.
അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ കരുത്തരെന്ന് വാഴ്ത്തിപ്പാടി. എതിരാളികൾ അദ്ദേഹത്തെ ബെഡായി ജയരാജൻ എന്ന് വിളിച്ചാക്ഷേപിച്ചു. കഴുത്തിലിരിക്കുന്ന വെടിയുണ്ടയെ കുറിച്ച് അധികം സംസാരിക്കാറില്ല EP. പക്ഷേ അദ്ദേഹം എപ്പോഴും പറയും ഇന്നും ഓക്സിജൻ മാസ്ക് ഇല്ലാതെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന്. കണ്ണിന് പകരം കണ്ണ്, ചോരയ്ക്ക് പകരം ചോര എന്ന ഗോത്ര നിയമം പോലെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിച്ച് ജീവനെടുത്തത് കണ്ണൂർ ജില്ലയിൽ. പലപ്പോഴും വർഷങ്ങളായി ചോരമണമില്ലാത്ത ദിനങ്ങൾ കണ്ണൂരിന് അപരിചിതമായിരുന്നു. 1969 ഏപ്രിലിൽ BJPയുടെ പഴയ രൂപമായിരുന്ന ജനസംഘം പ്രവർത്തകൻ വാടിക്കൽ രാമകൃഷ്ണനാണ് അന്ന് ജില്ലയിൽ ആദ്യമായി രാഷ്ട്രീയ പകപോക്കലിനിരയായി കൊല്ലപ്പെട്ടത്. ജയരാജൻ ഇന്ന് പലതും കേരളത്തോട് വിളിച്ചു പറഞ്ഞു. EP ജയരാജൻ വധക്കേസിലെ പ്രതികളുടെ ലക്ഷ്യം താനായിരുന്നില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നുവെന്നാണ് EP ജയരാജൻ ഇന്ന് വെളിപ്പെടുത്തിയത്. പ്രതികളെ ആസൂത്രണം ചെയ്തതും പ്രതികളെ വാടകയ്ക്കെടുത്തതും കെ സുധാകരനാണ് എന്ന ആരോപണം ഇപ്പോഴും EP ജയരാജൻ ഉന്നയിക്കുന്നു. ചണ്ഡീഗഡിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് തിരികെ പിണറായി വിജയനും മറ്റ് നേതാക്കളും താനുമൊക്കെ പല വഴിക്കാണ് മടങ്ങിയത്. താൻ ട്രെയിൻ മാർഗമായിരുന്നു മടങ്ങിപ്പോന്നതെന്നും ആന്ധ്രയിലെത്തിയപ്പോഴായിരുന്നു ആക്രമണത്തിനിരയായതെന്നും ജയരാജൻ പറയുന്നു. കീഴ്ക്കോടതി വിട്ടയച്ചു എങ്കിലും പിന്നീട് പേട്ട ദിനേശന് കനുത്ത ശിക്ഷയാണ് മേൽക്കോടതികൾ നൽകിയത്. കേസിലെ രണ്ടാം പ്രതിയായിരുന്നു കൂത്തുപറമ്പ് സ്വദേശി പേട്ട ദിനേശൻ. പേട്ട ദിനേശന് 19 വർഷം കഠിന തടവാണ് ശിക്ഷ വിധിച്ചത്. 1995 ഏപ്രിൽ 12-നായിരുന്നു EP ജയരാജന് നേർക്ക് അന്ന് വധശ്രമമുണ്ടായത്. EP ജയരാജന്റെ തൊണ്ടയിൽ ഉണ്ടയുണ്ടോ എന്ന് സംശയമുയർത്തി പലരും പരിഹാസ ചോദ്യങ്ങൾ ഉയർത്താറുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. എന്തായാലും എല്ലാത്തിനും മറുപടിയായി ഇന്ന് EP ജയരാജൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെ: എന്നെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ തുടർ നടപടി സ്വീകരിക്കും. ഇതിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണം. തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവാളികൾ രക്ഷപ്പെടാൻ ഇടയാക്കുന്നത് നിയമവ്യവസ്ഥയെ ദുർബലപ്പെടുത്തും. ഈ കേസിലും അതാണ് സംഭവിച്ചത്. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണം. എന്നെ വെടിവെച്ച കേസിൽ അന്ന് 2 പ്രതികളെയാണ് പിടികൂടിയത്. 2 പേരും പോലീസിൽ നൽകിയ മൊഴിയിൽ പറഞ്ഞത് തോക്കും പണവും തന്ന് കൊല്ലാനയച്ചത് കെ സുധാകരൻ എന്നായിരുന്നു. അതനുസരിച്ച് പോലീസ് FIR ഇട്ടതാണ്. പക്ഷേ അന്നത്തെ കേന്ദ്രഭരണം ഉപയോഗിച്ച് കേസ് വിഭജിച്ച് 2ആക്കി. നേരിട്ട് കുറ്റകൃത്യം നടത്തിയ 2 പേരെ വിചാരണ നടപടികൾക്ക് ശേഷം കോടതി ശിക്ഷിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഗൂഢാലോചന കുറ്റത്തിന് സുധാകരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗൂഢാലോചന നടന്ന സ്ഥലങ്ങളിലൊന്ന് എന്ന നിലയിൽ തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. അങ്ങനെയാണ് തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷം സുധാകരനെ പ്രതിയാക്കി സെഷൻസ് കോടതി കേസെടുത്തത്. ആ കേസിലാണിപ്പോൾ ഹൈക്കോടതി സുധാകരനെ കുറ്റവിമുക്തനാക്കിയത്. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനോ എൻ്റെ അഭിഭാഷകനോ തെളിവുകൾ ഹാജരാക്കുന്നതിൽ വല്ല വീഴ്ചയുമുണ്ടായോ എന്നറിയില്ല. ഏതായാലും ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയാലും സുധാകരൻ കുറ്റവാളി അല്ലാതാകുന്നില്ല. ഈ സംഭവത്തിൽ കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയതും ആസൂത്രണം ചെയ്തതും പ്രതികളെ തോക്കുകൊടുത്ത് അയച്ചതുമൊക്കെ സുധാകരനാണ്. ഈ വിധിയുടെ പേരിൽ മാത്രം ഇല്ലാതാകുന്നതല്ല സുധാകരൻ്റെ കളങ്കം. EP ജയരാജന്റെ തൊണ്ടയിലെ വെടിയുണ്ടയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും തുടരുമെന്നർത്ഥം. എന്തായാലും ജയരാജന് നേരെ വെടിവെച്ച കേസിൽ സുധാകരൻ നിരപരാധിയെന്ന് ഹൈക്കോടതി പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.